ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്കൂൾ ഗുരു ലേണിംഗ് ആപ്പ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് അല്ലേ. നമ്മൾ സാധ്യതകൾ എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്സിലൂടെ പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ പാർട്ടിൽ. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും കൂടി നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ച പന്തും ഉണ്ട്. എന്താണുള്ളത്? അപ്പം ഒരു ബോക്സിൽ അല്ലേ, ഒരു ബോക്സിനകത്ത് 3 ചുവന്ന പന്തുകളുണ്ട്, 7 പച്ച പന്തുമുണ്ട്. അതുപോലെ നമുക്ക് അതൊന്ന് ജസ്റ്റ് വരക്കാം. ഒരു ബോക്സ്, ഈ ബോക്സിനകത്ത് എന്താണുള്ളത്? 5 റെഡ് അല്ലേ പറഞ്ഞേ? 5 അല്ല, 3 റെഡ്. 3 റെഡ് ഉണ്ട്, 3 റെഡ് ബോളുകളുണ്ട്. അതുപോലെ 7 ഗ്രീൻ ബോളുകളുണ്ട്. 7 ഗ്രീൻ ബോളുകളുണ്ട് അല്ലേ. മറ്റൊരു സഞ്ചിയിൽ, അപ്പോൾ വേറൊരു ബോക്സ് ഞാൻ എടുത്ത് ഈ ബോക്സിനകത്ത് എന്താ ഉള്ളത്? 8 റെഡ് ബോൾസുകളും 8 റെഡ് ബോളുകളും അല്ലേ, 7 പച്ച ബോളുകളാണുള്ളത്. ഇത്രയാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താണ് ഫസ്റ്റത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എത്രയാണെന്നാണ്. നമ്മൾ ഈ ബോക്സിലാണ് നമ്മൾ കൈയിടുന്നത്, അതിൽ നിന്ന് എനിക്കൊരു ചുവന്ന ബോൾ എടുക്കണം അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ സാധ്യത, പ്രോബബിലിറ്റി എങ്ങനെയാണ് കാണൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ബോക്സിൽ നമ്മൾ കൈയിടുമ്പം ആ ബോക്സിൽ കൈയിട്ട് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുടുങ്ങാവുന്ന ബോളുകളുടെ എണ്ണം അല്ലേ, അഥവാ ആകെ എത്ര സാധ്യതകളുണ്ട് എന്നാണ്. ആകെ എത്ര സാധ്യതകളുണ്ട് എന്ന് നമുക്ക് ആദ്യം കണക്ക് കൂട്ടണം അല്ലേ. ഇവിടെ ആകെ എത്ര ബോളുകളാണുള്ളത്? ഇവിടെ 10 ബോളുകൾ ആകെയുണ്ട് അല്ലേ. ആകെ 10 ബോളുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ചുവന്ന ബോൾ ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ചുവന്ന ബോൾ ആകുന്നതിനുള്ള സാധ്യത അല്ലേ, ചുവന്ന പന്ത് ആകുവാനുള്ള സാധ്യത, അതാണ് നമ്മൾ ആദ്യം ചോദിച്ചിരിക്കുന്നത്. അത് കാണൽ എങ്ങനെയാണ്? ചുവന്ന ബോൾ ഇതിൽ എത്ര എണ്ണാണുള്ളത്? 3 എണ്ണമാണ് ചുവന്ന ബോളുകളുള്ളത്. ആകെ എത്ര സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കൈയിട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന സാധ്യതകൾ എത്രയാണ്? 10 ആണ്. അപ്പം 3/10, 10ൽ 3 സാധ്യത. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ. ഓക്കെ, എളുപ്പമാണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് എടുത്താലോ? രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നാണ് ഞാൻ ചുവന്ന, ഇവിടെ ചോദിച്ചിരിക്കുന്നതിന്റെ ക്വസ്റ്റ്യനെ തുടർച്ചയാണ്, ചുവന്ന ബോൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സഞ്ചിയിൽ ഞാൻ ചുവന്ന എടുത്തുകാനുള്ള സാധ്യത എത്രയാണ്? ഇവിടെ ടോട്ടൽ എത്ര സാധ്യതകളുണ്ട്? 8ഉം 7ഉം ആണ്. 15 സാധ്യതകളാണ് ടോട്ടൽ ഉള്ളത് അല്ലേ. 15 സാധ്യതകളാണ് ആകെയുള്ളത്. അതിൽ എനിക്ക് ചുവന്ന് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 8/15 ആണ് അവിടുത്തെ സാധ്യത. ഇനി അധികം വിശദീകരിച്ച് പറയേണ്ടതില്ലല്ലോ, എളുപ്പമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ പോർഷനിലേക്ക് പോകാം. എന്താണ് മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത്? 2 സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു വേറൊരു ബോക്സ് എടുത്തു. എന്നിട്ട് ആ ബോക്സ് എടുത്തിട്ട് ഈ 2 ബോക്സിലെയും ബോളുകളെല്ലാം ഈ ഒരൊറ്റ ബോക്സിലേക്ക് മിക്സ് ചെയ്ത് എന്ന് പറഞ്ഞാൽ നോക്ക്, ഇവിടെ 8 റെഡ് ബോളും ഇവിടെ 3 റെഡ് ബോളും ഉണ്ടായിരുന്നു അല്ലേ. അപ്പം 8ഉം 3ഉം ആകെ എത്രയായി? 11 ചുവന്ന ബോളുകളായി അല്ലേ. ഈ 2 ബോക്സിലെയും റെഡ് ബോളുകൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 11 ചുവന്ന ബോളുകൾ ഈ ബോക്സിലായി. ഇനിയോ ഇവിടെയും 7 പച്ച ബോളുകളാണ്, ഇവിടെയും 7 പച്ച ബോളുകൾ തന്നെയാണ്. അത് രണ്ടും കൂടി പിടിച്ച് ഞാൻ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആകെ എത്രയായി? 14. ആകെ 14 പച്ച ബോളുകളായി. ഇപ്പം ഇതാണല്ലോ എൻ്റെ കയ്യിലുള്ള ആകെ ബോളുകൾ ആണല്ലോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഞാനൊരു ബോക്സിനകത്താക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു സഞ്ചിയിലെയും 2 സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ചെയ്തതുപോലെ തന്നെ ഇവിടെ എണ്ണം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. 11ഉം 14. അതാണ് 11 റെഡ് ബോളുകളും 14 ഗ്രീൻ ബോളുകളാണുള്ളത്. ഓക്കെ, 14ഉം 11ഉം എത്രയായി? 25 അല്ലേ. ആകെ സാധ്യത 25 ആണ്. ആകെ സാധ്യത 25. അതിൽ റെഡ് കിട്ടുന്നതിനുള്ള സാധ്യത എത്രയാണ്? 11 അല്ലേ. അപ്പോൾ 2 ബോളും കൂടിയും 2 ബോക്സിലെയും ബോളുകൾ ഒരു ബോക്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആകെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ 14ഉം 11ഉം കൂട്ടിയതാണ്, അത് 25 ആണ്. അതിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ 11/25 ആണ് നമ്മുടെ ഒരു ബോക്സിനകത്ത് 2 പേര് ഇട്ട് കഴിഞ്ഞാൽ റെഡ് കിട്ടാനുള്ള സാധ്യത. എളുപ്പമാണല്ലോ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, എളുപ്പമാണ്. എല്ലാ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഇതുപോലെ തന്നെയാണ്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു അല്ലേ? നിങ്ങളോട് ഞാനൊരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ട നിങ്ങൾക്ക് ഇത് രണ്ടക്കുള്ള ഏത് സംഖ്യയും പറയാം അല്ലേ? നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഏത് സംഖ്യ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകുന്നതിനുള്ള സാധ്യത എന്താണ് എന്നാണ് ചോദ്യം അല്ലേ? അപ്പം എന്തൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് രണ്ടക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 10 മുതൽ എവിടം വരെ പറയാം? 10, 11, 12 എക്സെട്ര 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 എവിടം വരെ പറയാം? 99 വരെയുള്ള സംഖ്യകൾക്കിടയിലുള്ള ഏതൊരു സംഖ്യയായി കഴിഞ്ഞാലും അത് രണ്ടക്ക സംഖ്യയാണ് അല്ലേ? 10 മുതൽ 11 അതിങ്ങനെ പോയി 99 വരെ എത്തുന്ന സംഖ്യകൾ എന്താണ്? രണ്ടക്ക സംഖ്യകളാണ്. ഇതിനകത്തുള്ള ഏത് സംഖ്യ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ രണ്ടക്ക സംഖ്യ എന്നൊക്കെ ഉദാഹരണമാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു സംഖ്യ പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന സംഖ്യ എന്താകാനുള്ള സാധ്യത ചോദിച്ചിരിക്കുന്നത്? പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്താണ് എല്ലാവരുടെ സ്ഥലത്തും ചെയ്യാറുള്ളത്? ആകെ നമ്മുടെ സാധ്യതകൾ എത്രയാണെന്നുള്ളതാണ്. ആകെ സാധ്യത എത്രയാണെന്നുള്ളതാണ്. ആകെ സാധ്യത എത്രയാണ് നോക്ക്. നിങ്ങൾക്കറിയാം 10 മുതൽ 99 വരെ, 10 മുതൽ 99 വരെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര സാധ്യതകളുണ്ട്? 10 മുതൽ 99 വരെ എന്നുള്ള എത്ര സാധ്യതകൾ നിങ്ങൾക്കുണ്ട്? നിങ്ങൾക്കറിയാം 99, 10നും 99ൻ്റെ ഇടക്ക് എത്ര സംഖ്യകളുണ്ട്? 90 സംഖ്യകളുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സമാന്തര ശ്രേണി നിങ്ങൾ മുന്നേ പഠിച്ചതാണല്ലോ. സമാന്തര ശ്രേണി വഴി നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് ആദ്യ സംഖ്യയാണ്, ഇത് അവസാന സംഖ്യയാണ്. അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കിക്കൂടെ അല്ലേ? 10, 11 വരാൻ എന്നാണ് ഇവിടെ കാണേണ്ടത് അല്ലേ? n എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ്. നമുക്ക് സമാന്തര ശ്രേണി വഴി ഞാനൊന്ന് കാണിക്കാം. a+n-1 × d ഇതാണ് nth ടേം കാണുന്നത്. ഈ nth ടേം ഞാൻ എന്താക്കിയിട്ട് എടുക്കുകയാണ്? അവസാനത്തെ പദം. nth ടേം അവസാനത്തെ പദമാക്കിയിട്ട് എടുക്കുകയാണ്. ആ nth ടേം എത്രാമത്തെ ആളാണ് എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയല്ലോ. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് 90 ഇതിൽ തന്നെ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് ചെയ്യാറുണ്ടെങ്കിൽ തെറ്റാതിരിക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യ പദം എന്ന് പറഞ്ഞാൽ 10 ആണ്. പ്ലസ് എത്ര പദങ്ങളുണ്ട് എന്ന് എനിക്കറിയില്ല. പൊതു വ്യത്യാസം എത്രയാണ്? 1 ആണ്. 99 അല്ലേ? 10 + n-1 99. 10 1 കുറച്ചാൽ എത്രയാണ്? 9 + n 99. n എന്ന് പറഞ്ഞാൽ 99 - 9 which is equal to 90 അല്ലേ? 90. അപ്പം നമുക്ക് n 90 ആണ് എന്നുള്ള ആൻസർ കിട്ടി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു വഴിയാണ്. ആകെ സാധ്യത കാണാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 1 മുതൽ 100 വരെ 100 സംഖ്യകളുണ്ട്. 1 മുതൽ 100 വരെ 100 സംഖ്യകളുണ്ട്. അതിൽ നിന്ന് ആദ്യത്തെ 9 സംഖ്യകൾ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ അല്ലെ? ആദ്യത്തെ 9 സംഖ്യകൾ ഞാൻ അങ്ങ് ഒഴിവാക്കി അല്ലേ? പിന്നെയോ 10 എന്ന് പറഞ്ഞൊരു സംഖ്യ അതിലുണ്ടാവും അല്ലേ? 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം. ആദ്യത്തെ ഇപ്പം നോക്ക്, 10 മുതൽ 99 വരെ. 10 മുതൽ 99 വരെ എന്ന് പറയുമ്പോൾ 1 മുതൽ 100 വരെ, 1 മുതൽ 100 വരെ എത്ര സംഖ്യകളുണ്ട്? 100 സംഖ്യകൾ. അതിന് 100 അങ്ങ് കട്ട് ചെയ്ത് അപ്പോൾ 99 സംഖ്യകൾ. പിന്നെ 1 മുതൽ 9 വരെയുള്ള 9 ആളുകളും കട്ട് ചെയ്യണമല്ലോ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് നേരിട്ട് 90 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. ആകെ സാധ്യത 90 ആൻസറിലെത്താം. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർഗം സമാന്തര ശ്രേണി യൂസ് ചെയ്തിട്ട് എണ്ണാം പദം കണക്കാക്കുന്ന രീതിയിലൂടെ n എന്ന് പറഞ്ഞാൽ 90 സംഖ്യകളാണ് എന്ന് നമുക്ക് കിട്ടും. സോ ആകെ സാധ്യതകൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ സാധ്യത എത്രയാണ്? ആകെ സാധ്യത 90 ആണല്ലോ. സോ ആകെ സാധ്യത 90 ആണ് എന്ന് പറഞ്ഞാൽ 90 സാധ്യതകളുണ്ട്. ഞാൻ പറയുന്ന സംഖ്യ രണ്ടക്ക സംഖ്യ ആകാൻ 90 സാധ്യതകളുണ്ട്. ഓക്കെ, അതിന് നമുക്ക് ആവശ്യമുള്ള സാധ്യത ഏതാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ വർഗമാകാനുള്ള സാധ്യത എന്താണ്? പൂർണ്ണ വർഗമാകുന്നില്ല. പൂർണ്ണവർഗമാകുന്നതിനുള്ള സാധ്യത. പൂർണ്ണവർഗമാകുന്നതിനുള്ള സാധ്യത എത്രയാണ് വരിക? നമുക്കറിയാം പൂർണ്ണവർഗങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് ആദ്യം നോക്കണം അല്ലേ? രണ്ടക്ക സംഖ്യകളായിട്ട് വരുന്ന പൂർണ്ണവർഗങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം 16 അല്ലേ? 4ൻ്റെ വർഗം, 5ൻ്റെ വർഗം, 6ൻ്റെ വർഗം 36, 36 കഴിഞ്ഞാൽ 6ൻ്റെ വർഗം, 7ൻ്റെ വർഗം 49, 64, 81. ഇനിയുണ്ടോ? ഇനി 10ൻ്റെ വർഗമാണ് വരുന്നത് അല്ലേ? 9ൻ്റെ വർഗം വരെ നമ്മൾ എഴുതി. ഇനി 10ൻ്റെ വർഗമാണ് വരുന്നത്. 10ൻ്റെ വർഗം 100 ആണ്. അത് രണ്ടക്ക സംഖ്യയല്ല, 3 അക്ക സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ ഇത് എത്ര സാധ്യതകളുണ്ട്? പൂർണ്ണവർഗം എത്ര നമ്പറുകളുണ്ട്? 1, 2, 3, 4, 5, 6. 6 പൂർണ്ണവർഗങ്ങളുണ്ട്. സോ നമ്മളുടെ പൂർണ്ണവർഗമാകുന്നതിനുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? ആകെ സാധ്യത 90 ആണ്. 90ൽ 6 സാധ്യത പൂർണ്ണവർഗമാകാനുള്ളതാണ്. സോ 90ൽ 6 സാധ്യതകൾ മാത്രമാണ് പൂർണ്ണവർഗമാകാനുള്ള. ആ 6 സാധ്യതകൾ ആരാ എന്നാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് ഇതിനെങ്ങനെ എഴുതാം? ഇന്ന് ചെറുതാക്കിയിട്ട് 3 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 3 ക്യാൻസൽ,
2/30 1/15 എന്ന് നമുക്ക് എഴുതാം അല്ലേ. 2/30 വെച്ച് നിർത്താം. 1/15 നമുക്ക് ചെറുതാക്കിയിട്ട് എഴുതാം. സോ ഇതിൻ്റെ സാധ്യത എത്രയാണ്? 15-ൽ 1 1/15. 1/15 എന്ന് പറഞ്ഞാൽ പൂർണ്ണവർഗം, നമ്മുടെ രണ്ടക്ക സംഖ്യയിൽ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത. റെഡിയാണല്ലോ? ഓക്കെ, എല്ലാ ക്വസ്റ്റിനും ഇത്തരത്തിലേ ഉള്ളൂ. സോ നമുക്ക് ഒരു ക്വസ്റ്റിൻ കൂടി നോക്കാം. 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ഓരോ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി. 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോ കടലാസ് കഷ്ണത്തിൽ എഴുതിയിട്ട് ഒരു പെട്ടിയിലിട്ട് ഇതിൽ നിന്നൊരു കടലാസ് എടുക്കണം. അപ്പം ആരൊക്കെയാണ് ആ പെട്ടിക്കകത്തുള്ളത്? ഒരു ബോക്സ്. ആ ബോക്സിനകത്ത് ആരൊക്കെയുള്ളത്? 1 2 3 4 5 6 7 8 9 അല്ലേ. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ്. അതൊരു കടലാസിൽ എഴുതിയിട്ട് ആ പെട്ടിക്കകത്തിട്ടത്. അത് ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിൽ നിന്നൊരു കടലാസ് എടുക്കണം. കടലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് കിട്ടാൻ പോകുന്ന സംഖ്യയെക്കുറിച്ച് അഭാജ്യ സംഖ്യ എന്നോ 5ന്റെ ഗുണിതം എന്നോ ഒരു ഊഹം പറയണം. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ. എത്ര സംഖ്യകൾ എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്? 1 മുതൽ 50 ആണ്, 9 അല്ല. 1 മുതൽ 50 സംഖ്യകൾ എടുക്കാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എടുക്കുന്നത്, നമ്മളൊരു ബോക്സിനകത്ത് ഇട്ടിരിക്കുന്ന എത്ര നമ്പറുകളാണ്? 1 മുതൽ 50 വരെയുള്ള നമ്പറുകളാണ്. 1 മുതൽ 50 വരെയുള്ള നമ്പറുകളാണ് ഒരു ബോക്സിനകത്ത് ഇട്ടിരിക്കുന്നത്. ആ ബോക്സിനകത്ത് ഇട്ടിരിക്കുന്നതിന് മുന്നേ ആയിട്ട് അതിൽ കിട്ടുന്ന, നമ്മൾ അതിൽ നിന്ന് ഒരു ബോക്സിൽ നിന്ന് ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണ്. 1 മുതൽ 50 വരെയുള്ളതിൽ നിന്ന് ഒരു സ്ലിപ്പ് നമ്മൾ അങ്ങ് എടുക്കുകയാണ്. ആ സ്ലിപ്പ് എടുക്കുമ്പോൾ ആ എടുക്കുന്ന സംഖ്യ ഒന്നെങ്കിൽ അഭാജ്യ സംഖ്യ, അതാകാനുള്ളൊരു സാധ്യത അഭാജ്യമാകണോ അതല്ലെങ്കിൽ 5ന്റെ ഗുണിതം എന്നോ ഒരു ഊഹം നമ്മൾ പറയണം. ഏത് ഊഹം പറയുന്നതാണ് നല്ലത്? ഇതിൽ ഏതെങ്കിലും 2 ഊഹം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ അത് അഭാജ്യ സംഖ്യ ആകണം, അതല്ലെങ്കിൽ 5ന്റെ ഗുണിതം. ഇതിലേതെങ്കിലും ഒരു ഊഹം എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ ഏത് ഊഹിക്കുന്നതാണ് നല്ലത്, അഥവാ ഏത് കിട്ടാനാണ് സാധ്യത കൂടുതൽ? 5ന്റെ ഗുണിതം കിട്ടുന്നതിനാണോ സാധ്യത കൂടുതൽ, അഭാജ്യ സംഖ്യ കിട്ടുന്നതാണോ സാധ്യത കൂടുതൽ? എന്താണ് അഭാജ്യ സംഖ്യ? നിങ്ങൾക്കറിയാം, അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നോ ആ സംഖ്യയോ അല്ലാത്തതൊന്നും അതിൻ്റെ ഘടകങ്ങളായിട്ട് വരാത്തതാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ആരാണ്? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയും ഇരട്ട അഭാജ്യ സംഖ്യയോ ഏതാണ്? 2 ആണ് അല്ലേ. ആ സംഖ്യയോ ഒന്നോ അതിൻ്റെ ഘടകങ്ങൾ, അതല്ലാത്ത വേറൊരു സംഖ്യയും അതിൻ്റെ ഘടകങ്ങളായി വരാത്തതാണ് അഭാജ്യ സംഖ്യകൾ. നോക്കുക, നമ്മൾ 50 വരെയുള്ള അഭാജ്യ സംഖ്യകളൊന്ന് എഴുതി നോക്കുകയാണ്. എന്നാൽ തന്നെയല്ലേ നമുക്ക് എത്ര സാധ്യതകളുണ്ടെന്ന് അറിയുള്ളൂ. ഓക്കെ, എഴുതി നോക്കാം. 2 3 നിങ്ങൾ നോക്കിക്കോട്ടെ ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ വരുന്നത്. ഘടകങ്ങളില്ലാത്ത സംഖ്യകൾ എന്ന് ആലോചിച്ചാൽ മതി. ഘടകങ്ങളില്ലാത്ത, പിന്നീട് അതിനെ ഘടകങ്ങളാക്കാൻ പറ്റാത്ത സംഖ്യകൾ. 2 3 4 4 5 6 2 3 5 7 8 9 10 11 13 15 17 19 21 23 25 27 29 31 33 35 37 ഇനിയോ 39 41 43 കഴിഞ്ഞാൽ പിന്നെ 47 വരും അല്ലേ. 47 കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഘടകങ്ങളുണ്ട്. ഇത് എത്ര എണ്ണം ഉണ്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എന്ന് പറഞ്ഞാൽ 1 മുതൽ 50 വരെയുള്ള നമ്പറുകളിൽ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് എന്ന് പറഞ്ഞാൽ, ഈ ഞാൻ എഴുതിയിരിക്കുന്ന നമ്പറുകൾ ഇതിന് രണ്ടാമതൊരു ഘടകമാക്കാൻ പറ്റില്ല. ഇതിന് ഘടകമാക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഈ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചു നോക്കണം, അല്ലെങ്കിൽ അതിനെ 1 കൊണ്ട് തന്നെ ഹരിച്ചു നോക്കണം. അതിന് 1 കൊണ്ട് തന്നെ ഏത് സംഖ്യ നമുക്ക് ഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് ആ നമ്പർ കൊണ്ട് തന്നെ ഏത് സംഖ്യ നമുക്ക് ഹരിക്കാൻ പറ്റും, പൂർണ്ണമായിട്ട് ഘടകമാക്കാൻ പറ്റും. എന്നാൽ ഇതിന് മറ്റ് സംഖ്യകളായിട്ടൊന്നും ഇതിനെ ഘടകങ്ങളാക്കാൻ പറ്റാത്തതിനാണ് അഭാജ്യ സംഖ്യകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ എഴുതിയിരിക്കുന്ന നമ്പറുകളൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ്. അത്തരം എത്ര നമ്പറുകളുണ്ട്? അപ്പം ആകെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ആകെ അഭാജ്യ സംഖ്യകൾ 50 വരെ ഉള്ളതാട്ടോ അഭാജ്യ സംഖ്യകൾ. എത്ര എണ്ണമാണ് നമുക്ക് കിട്ടിയത്? 15 അഭാജ്യ സംഖ്യകളാണ് 50-നിടക്ക് നമുക്കുള്ള അഭാജ്യ സംഖ്യകൾ. അപ്പം ഇവിടെയുള്ള സാധ്യത എത്രയാണ്? അപ്പം അഭാജ്യ സംഖ്യ കിട്ടാനുള്ള, ഇനി നമുക്ക് സാധ്യത എഴുതി നോക്കാം. അഭാജ്യ സംഖ്യ ലഭിക്കാനുള്ള സാധ്യത, അഭാജ്യ സംഖ്യ ലഭിക്കാനുള്ള സാധ്യത
ലഭിക്കാനുള്ള സാധ്യത. ഇങ്ങനെ സ്റ്റെപ്പുകളാക്കിയിട്ട് തന്നെ എഴുതുക. അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അഭാജ്യ സംഖ്യ ലഭിക്കാനുള്ള സാധ്യത. ഇത് എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അത് ലഭിക്കാനുള്ള സാധ്യത അതാണ് ഇനി പറയുന്നത്. നോക്ക്, ആകെ എത്ര സാധ്യതകളുണ്ട്? ഞാൻ കൈ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എത്ര സാധ്യതകളുണ്ട് കിട്ടാൻ? 50 വരെയുള്ള സംഖ്യകളാണുള്ളത്. സോ 50 സാധ്യതകളാണ് ആകെയുള്ളത്. ഈ 50-ൽ എത്ര സാധ്യതകൾ എനിക്ക് അഭാജ്യമാകാനുണ്ട്? അതിൽ എനിക്ക് 15 സാധ്യത അഭാജ്യമാകാനുണ്ട്. അപ്പം അഭാജ്യ സംഖ്യയാണ് ഞാൻ ഊഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കവിടെ കിട്ടാനുള്ള സാധ്യത 50-ൽ 15ആണ്. 50-ൽ 15ആണ്. നമ്മുടെ ചോദ്യം എന്താണ്? അഭാജ്യ സംഖ്യ ഊഹിക്കുന്നതാണോ നല്ലത്, 5ന്റെ ഗുണിതം ഊഹിക്കുന്നതാണോ നല്ലത്? ഇതിലേതെങ്കിലും 2 ഓപ്ഷൻ മാത്രമേ എനിക്കുള്ളൂ. 50 വരെയുള്ള സംഖ്യകൾ എനിക്കൊരു സംഖ്യ എടുക്കണം. ഒന്നെങ്കിൽ അത് അഭാജ്യ സംഖ്യ ഞാൻ ഊഹിച്ചെടുക്കണം, അതല്ലെങ്കിൽ ഞാൻ 5ന്റെ ഗുണിതം എന്ന് ഊഹിക്കണം. ഓക്കെ, അപ്പം അഭാജ്യ സംഖ്യ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു, 5ന്റെ ഗുണിതം. ഇനി നമുക്ക് 5ന്റെ ഗുണിതം ആകാനുള്ള സാധ്യത നോക്കാം. അത് വളരെ എളുപ്പമാണ് അല്ലേ? നമുക്കറിയാം 5ന്റെ ഗുണിതം സിമ്പിളായിട്ട് എഴുതാം. 5ന്റെ ഗുണിതത്തിനുള്ള സാധ്യത, 5ന്റെ ഗുണിതത്തിനുള്ള 5ന്റെ ഗുണിതമാകാനുള്ള അതിൻ്റെ സാധ്യത നമുക്കറിയാം. 1 മുതൽ 50 വരെ 5ന്റെ ഗുണിതം എത്ര പേരുണ്ട്? സിമ്പിളാണ്. നമുക്കറിയാം എത്ര? 10 പേരാണുള്ളത് അല്ലേ? 5, 10, 15, 20, 25 അങ്ങനെ പോയി കഴിഞ്ഞാൽ 10 പേരാണുള്ളത് അല്ലേ? 10 × 5 50 എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം 10 പ്രാവശ്യം അഞ്ചുകളാണ് 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിലുള്ളത്. അപ്പോൾ നമുക്കറിയാം ആകെ സാധ്യത അവിടെ 10ആണ്. നമുക്കുള്ള ഈ 5ന്റെ ഗുണിതമാകാനുള്ള ആകെ സാധ്യത 10ആണ്. ആകെ ഇവിടെയുള്ള സാധ്യതകൾ എത്രയാണ്? 50ആണ്. സോ നിങ്ങൾ ഈ 2 സാധ്യതകളിലേക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് ഊഹിക്കുന്നതാണ് നല്ലത്. ഇവിടെ 15/50 ആണ്, ഇവിടെ 10/50 ആണ്. 15 അല്ലേ? നമ്മൾ എവിടെ ഉള്ളതാണ്? മുകൾ ഭാഗത്തുള്ളല്ലേ? 15 മുകൾ ഭാഗത്ത് വലുതാരാന്ന് നമുക്ക് നോക്കിയാൽ മതി അല്ലേ? മുകൾ ഭാഗത്ത് ആരാ വലുത് നോക്കിയാൽ മതി. ഇവിടെ 15 ആണ്, ഇവിടെ 10 ആണ്. സോ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയും എനിക്ക് ഊഹിക്കുന്നതിൽ ഏറ്റവും നല്ലത് അഭാജ്യ സംഖ്യ എന്നുള്ളതാണ്. അഭാജ്യ സംഖ്യ ഊഹിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഭാജ്യ സംഖ്യ ആകുമ്പോൾ എന്താണ്? 5 കൂടുതലാണല്ലേ? ഇതിന് 10 സാധ്യതകളോട് കാണുന്നുള്ളൂ, ഇതിന് 15 സാധ്യത ഉണ്ട്. ഈ 15 സാധ്യതകൾ ഇത് കിട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 50-ൽ 15 സാധ്യതയാണ്, ഇവിടെ 50-ൽ 10 സാധ്യതയാണ്. റെഡിയാണല്ലോ? ഓക്കെ, അപ്പം ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു സഞ്ചിയിൽ 3 ചുവന്ന മുത്തുകളും 7 പച്ച മുത്തുകളും ഉണ്ട്. മറ്റൊരു സഞ്ചിയിൽ എല്ലാം കണ്ടോ, എല്ലാ ക്വസ്റ്റ്യൻ്റെയും പോക്ക് ഒരേ രീതിയിലാണ്. നമുക്ക് ഏകദേശം 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. നമുക്ക് ആവശ്യമുള്ള സാധ്യത എത്രയുണ്ട്, ആകെ സാധ്യത എത്രയുണ്ട്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരമായി. ഒരു സഞ്ചിയിൽ 3 ചുവന്ന മുത്തുകളും 7 പച്ച മുത്തുകളും ഉണ്ട്. ഒന്ന് നോക്കാം, സഞ്ചി നമ്മൾ സാധാരണ വരക്കുന്ന പോലെ ഒരു ബോക്സ് വരക്കാം. എന്നിട്ട് അതിൽ എത്ര മുത്തുകളുണ്ട്? 3, 3 റെഡ്, 7 ഗ്രീന്. ഓക്കെ, മറ്റൊരു ബോക്സിൽ ആരൊക്കെയാണുള്ളത്? എത്ര? മറ്റൊരു സഞ്ചിയിൽ ചുവന്ന മുത്തുകളും പച്ച മുത്തുകളും ഓരോന്ന് കൂടുതലാണ്. സോ ഇവിടെ 4 റെഡുകളുണ്ട്, ഒന്ന് കൂടി എന്നല്ല പറഞ്ഞു, ഓരോന്ന് വീതം കൂടുതലാണ്. ഇവിടെ പച്ചമുത്തുകൾ ഇവിടെ ഉള്ളതിനായിട്ട് ഒന്നുകൂടി, ഇവിടെ 3 ചുവന്ന മുത്തുകളിലെടുത്ത് 4 ചുവന്ന മുത്തുകളായി, ഓരോന്ന് കൂടുതലാണ്. ചുവന്ന മുത്ത് കിട്ടാൻ സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിലാണ്? ഏത് സഞ്ചിയിൽ നിന്ന് എടുക്കുന്നതാണ് ചുവന്ന മുത്ത് കിട്ടുന്നതിന് സാധ്യത കൂടുതലുള്ളത്? അത് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ? എവിടെയാണ് സാധ്യത കൂടുതൽ എന്ന് നോക്കാൻ തമ്മിലെടുത്തിരിക്കുന്ന 2 സാധ്യതകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, 2 ഭിന്ന സംഖ്യകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവ തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. ഒന്ന് നമുക്ക് ഒറ്റയടിക്ക് തന്നെ കിട്ടും, അതല്ലെങ്കിൽ അത് കമ്പയർ ചെയ്യുന്ന രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ഇവിടുത്തെ സാധ്യത നമുക്ക് നോക്കാം. ഈ ബോക്സിലെ സാധ്യത എത്രയാണ്? ഈ ബോക്സിലെ ആകെ സാധ്യതകൾ എത്രയാണ്? ആകെ സാധ്യതകൾ ഈ ബോക്സിൽ 10 ആണ് അല്ലേ? 7ഉം 3ഉം 10 ആണ്. അവിടെ എനിക്ക് ചുവന്നത് കിട്ടാനല്ല ചോദിച്ചിരിക്കുന്നത്, ചുവന്ന മുത്ത് കിട്ടുന്ന സാധ്യതയാണ്. ഇവിടെ 3 ചുവന്ന മുത്തുകളാണുള്ളത്. സോ ഇവിടുത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ 3/10 ആണ്. കൺഫ്യൂഷൻ ഒന്നുമില്ല. അടുത്തതിലേക്ക് പോകാം. ഇവിടെ ആകെ എത്ര സാധ്യതയാണുള്ളത്? ഇവിടെ ആകെയുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 8ഉം 4ഉം 12 സാധ്യതകളാണുള്ളത്. അതിൽ എനിക്ക് ചുവന്ന മുത്ത് കിട്ടാൻ ഉള്ള സാധ്യത പറഞ്ഞാൽ 4ആണ്. ഇവിടെ 4 ചുവന്ന ബോർഡുകളാണുള്ളത്, മുത്തുകളാണുള്ളത്. അപ്പോൾ നോക്ക്, ഇവിടെ 3/10ഉം ഇവിടെ 4/12ഉം. ഇതിൽ ആരാണ് വലുത്? ഇതിൽ ഏത് കിട്ടാനാണ് കൂടുതൽ സാധ്യത എന്നാണ്? ഏത് ബോക്സിൽ നിന്ന് ചുവന്ന മുത്ത് കിട്ടാനാണ് കൂടുതൽ സാധ്യത എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഭിന്നമാണോ വലുത് എന്നറിഞ്ഞാൽ മതി അല്ലേ? ഇതിലേത് ഭിന്നമാണ് വലുതെന്ന് അറിഞ്ഞാൽ മതി. ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ 2ഉം അംശവും ഛേദവും എല്ലാം വ്യത്യസ്ത തരത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്.
എന്താണ് ഇങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യാന്ന് പറയുന്നത്? ഇതിനെന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് ഗുണിക്കുക. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 12 × 3 36. അത് ഇതിനകത്ത് മുകളിൽ എഴുതി വെക്കുക 36. ഇങ്ങോട്ട് ഗുണിക്കുക 10 × 4 40 അല്ലേ? ഇനി ഇതിലേത് സംഖ്യയാണ് വലുത്? ഇതിൽ 40 വലുത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഉറപ്പിക്കാൻ പറ്റും 4/12 ആയിരിക്കുന്ന ഈ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഞാൻ റെഡ് ബോൾ എടുക്കുന്നതിനാണ് എനിക്ക് കൂടുതൽ സാധ്യത അല്ലേ? എനിക്ക് കിട്ടിയ 2 പ്രോബബിലിറ്റി ഞാൻ നോക്കി, അതിൽ ആ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് കിട്ടി, ഇതിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. 12 × 3 36, 10 × 4 40 വരുന്നത് ഈ പോർഷനിലാണ്. അപ്പോൾ ഈ 4/12 എന്ന് പറഞ്ഞ പ്രോബബിലിറ്റിയാണ് വലിയത്, സാധ്യത കൂടുതലുള്ളത്. അതിനാൽ തന്നെ രണ്ടാമത്തെ പാത്രത്തിൽ നിന്ന് ചുവന്ന മുത്തെടുക്കുന്നതിനാണ് എനിക്ക് കൂടുതൽ സാധ്യത ഉള്ളത്. റെഡിയാണല്ലോ? ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാ ക്വസ്റ്റ്യനും വരുന്നത് ഒരേ മെത്തേഡിലാണ്. ആകെ എത്ര സാധ്യതകളുണ്ട് എന്ന് നമുക്ക് കാണണം. അതുപോലെ തന്നെ പിന്നെന്താണ് നമുക്ക് കാണേണ്ടത്? നമുക്ക് ആവശ്യമുള്ള സാധ്യത എത്രയുണ്ടെന്ന് കാണാം. അത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് ഭിന്നസംഖ്യാ രൂപത്തിൽ നമുക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സാധാരണ ഒരു മുത്തുകളുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പന്തുകളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ പറഞ്ഞ പോലെ കാൽക്കുലേറ്റ് ചെയ്ത് കാണും. ഇനി നോക്കുക, നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇനി എവിടുത്തെ സാധ്യതയാണ് നമ്മൾ പരിശോധിക്കുന്നത്? ജാമിതീയ സാധ്യത. ഇനി നമ്മൾ ജാമിതീയ സാധ്യതയാണ് പരിശോധിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മളൊരു വീഡിയോ കണ്ടില്ലേ അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലത്തെ ഒരു റിങ്, അതിലേക്കൊരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് അതൊരു സാധ്യതയാണ് അല്ലേ? ഇപ്പം ഞാനിതാ ഇത് ഞാനങ്ങ് കറക്കുകയാണ്. ഇത് ഞാനങ്ങ് കറക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ഐക്കണിൻ്റെ അവിടെ ഏത് കളറിൽ വന്ന് നിൽക്കും എന്നുള്ളത് ഒരു സാധ്യതയാണ്. നമുക്കത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ ലക്കി മാത്രമാണ്. അത് എവിടെ നിൽക്കും എന്നുള്ളത് ലക്കി മാത്രമാണ്. നമ്മൾ പല ഗെയിമുകളിലും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഇത്ര ലക്കി ഗെയിംസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതൊരു ലക്കിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അത്തരം സാധ്യതകളെ കുറിച്ചാണ്, അഥവാ രൂപങ്ങളിൽ ഉണ്ടാകുന്ന സാധ്യതകളെ കുറിച്ചാണ് ജാമിതീയ സാധ്യതകൾ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് നോക്കാം. ഈ ചിത്രം തന്നെ നമുക്ക് എടുക്കാം. ഞാൻ ഇതിനങ്ങ് കറക്കുകയാണ്. ഇങ്ങനെ ഞാനങ്ങ് കറക്കുകയാണ്. ഈ കറക്കി കഴിഞ്ഞാൽ എനിക്ക് യെല്ലോ കളർ കിട്ടണമെന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് യെല്ലോ കളർ കിട്ടണം. മഞ്ഞ കളർ കിട്ടാനുള്ള സാധ്യത എന്താണ്? ഇപ്പം നമ്മൾ പഠിച്ചു വെച്ചിട്ട് തന്നെ കൂടുതലായിട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, വളരെ എളുപ്പമായിട്ടാണ് ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഒന്നുമില്ല പ്രത്യേകിച്ച്. എന്ന് പറഞ്ഞാൽ എത്ര സാധ്യതകളാണ് ഇവിടെ ഉള്ളത്, അഥവാ എത്ര ബോക്സുകൾ ഇവിടെ ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ? 8 എണ്ണം ഉണ്ട്. 8 തരം ബോക്സുകളുണ്ട്, 8 തരം ഐറ്റംസുകളുണ്ട് ഇവിടെ. ഇത് കറക്കി കഴിഞ്ഞാൽ ആ 8-ൽ എവിടെയും എനിക്ക് നിൽക്കാം. 8-ൽ എവിടെയും നിൽക്കാം. അപ്പോൾ 8 സാധ്യതകളാണ് ഇവിടെ. ആകെ സാധ്യത 8 ആണ്. അതിലെനിക്ക് മഞ്ഞ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 1 2 3 ഭാഗത്താണ് ഇവിടെ മഞ്ഞ കളറുകൾ കൊടുത്തിട്ടിരിക്കുന്നത്. സോ ഇവിടെ മഞ്ഞ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 3/8 ആണ്. റെഡി? 3/8 ആണ്. 3 സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. 3/8 ആണ് എനിക്ക് മഞ്ഞ ഭാഗം കിട്ടുന്നതിനുള്ള സാധ്യത. എളുപ്പമാണല്ലോ, ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നുമില്ല. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ വരുന്ന ചില ജാമിതീയ രൂപങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം, ചില ജോമെട്രിക് ഷേപ്പുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസ്. സോ നമുക്ക് റെഡിയാണല്ലോ. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് അധികമായിട്ട് തിയറീസ് ഒന്നും നമുക്ക് ഇവിടെ പഠിക്കാനില്ല, ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ഷേപ്പ് കാണാം. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിനകത്ത് എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ചതുരം. ആ ചതുരത്തിനകത്ത് ഒരു ത്രികോണമുണ്ട്. ഞാൻ പറയാണ്, എനിക്ക് ഈ ത്രികോണം, ഒരാളെ കണ്ണ് പൂട്ടിയിട്ട് ഈ ചിത്രത്തിനടുത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഞാനിടുന്ന അയാളോടൊരു കുത്ത് ഇവിടെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇടുന്ന കുത്ത് ഈ ത്രികോണത്തിനകത്താകാനുള്ള സാധ്യത എന്താണ് എന്നാണ് ചോദ്യം. ഈ ത്രികോണത്തിനകത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ, എൻ്റെ സ്പേസ് ഇത്രയേ ഉള്ളൂ, ഇതിന് പുറത്ത് സ്പേസ് ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാനിടുന്ന കുത്ത് ഈ ത്രികോണത്തിനകത്ത് തന്നെ ആകാനുള്ള സാധ്യത എത്രയാണ് എന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുക? നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ബൗണ്ടറി, ആകെ സാധ്യത ഇത്രയാണ്. ടോട്ടൽ സാധ്യത എത്രയാണ് വരുന്നത്? ഇത്രയേ ഉള്ളൂ. ഇത്ര പോർഷനിലെ അദ്ദേഹത്തിന് കുത്തിടാൻ പറഞ്ഞിട്ടുള്ളൂ. സോ ഇവിടെ ആകെയുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ റെക്റ്റാങ്കിൾ മുഴുവനായിട്ടാണ്. സോ ഇതിനകത്ത് എവിടെയും അദ്ദേഹത്തിന് കുത്തിടാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ റെക്റ്റാങ്കിളിനകത്ത് കാണുന്ന സ്ഥലം, ഇതിൻ്റെ സ്പേസ്, ഇവിടെ എത്ര സ്ഥലമുണ്ട് എന്നുള്ളതാണ്. അതിനെന്താണ് പറയുക? ആ സ്പേസ് കാണൽ എങ്ങനെയാണ്? അഥവാ ഈ ചതുരത്തിൻ്റെ ഈ ചതുരത്തിൻ്റെ പരപ്പളവ്. ആ ചതുരത്തിൻ്റെ പരപ്പളവാണല്ലോ അവിടുത്തെ ആകെ സാധ്യത ആണല്ലോ.
സോ അവിടുത്തെ ചതുരത്തിൻ്റെ പരപ്പളവാണ് ആദ്യ സാധ്യത. ഞാൻ എന്തെടുത്തു? ഇതാണല്ലോ ഈ ചതുരത്തിൻ്റെ നീളം. ഞാൻ നീളത്തിന് L എന്ന് എടുത്തു, ലെങ്ത്ത്. ഇതാണല്ലോ ഇവിടുത്തെ വീതി. ആ വീതിക്ക് ഞാൻ ഇവിടെ എടുത്ത് B എന്നെടുത്തു. അപ്പോൾ നമുക്ക് കിട്ടും ചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടും. ഇവിടുത്തെ ആകെ സാധ്യത ഞാൻ പറഞ്ഞു ഈ ചതുരമാണ്. സോ നമുക്ക് ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് എഴുതി നോക്കാം. ചതുരത്തിൻ്റെ പരപ്പളവ്. ചതുരത്തിൻ്റെ പരപ്പളവ് എന്താ? ചതുരത്തിൻ്റെ പരപ്പളവ് കാണുന്നതിനുള്ള സമവാക്യം എന്താണ് വരുന്നത്? നീളം ഇൻറ്റു വീതി. നമുക്കറിയാം നീളം എത്രയാണ് ഇവിടെ? L ആണ്. വീതിയും വീതി B ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്കറിയാവുന്നതാണ്. സോ ഈ ചതുരത്തിൻ്റെ ആകെ പരപ്പളവ് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, LB ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഈ കുത്തിടുന്ന സ്ഥലം ഈ ത്രികോണത്തിനകത്താകാൻ. അപ്പോൾ അവിടുത്തെ സ്പെസിഫൈ ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഏത് ഏരിയയിലാണ് പറയുന്നത്? ഈ ത്രികോണത്തിനകത്താകാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ത്രികോണത്തിനകത്തുള്ള സ്ഥലം എത്രയാണെന്നാണ് കാണേണ്ടത്. ത്രികോണത്തിൻ്റെ അകത്തുള്ള സ്ഥലം എത്രയാണ്, അതിനുള്ള സാധ്യത എത്രയാണെന്നാണ്. അഥവാ ത്രികോണത്തിനകത്തുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? ത്രികോണത്തിൻ്റെ പരപ്പളവ്. ത്രികോണത്തിൻ്റെ പരപ്പളവാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാ? നോക്ക്, ഇവിടെ നിന്ന് തന്നെ കിട്ടും. ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ നമുക്കറിയാം ഹാഫ് VH ആണ് അല്ലേ? ഹാഫ് VH എന്ന് പറഞ്ഞാൽ എത്രയാണോ അതിൻ്റെ ബേസ്, എത്രയാണ് അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ പകുതി. നമുക്കറിയാം ഇവരുടെ ഈ ത്രികോണത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലെങ്ത് തന്നെയാണല്ലോ, ആണ്. അപ്പം ഹാഫ് ഇൻറ്റു അല്ലേ, ഇവിടുത്തെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് തന്നെയാണ്. ഇനി ഹൈറ്റാണ്, ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റാണ് ചോദിച്ചത്. നോക്ക്, ഈ ഹൈറ്റ് തന്നെയാണല്ലോ ഈ ബ്രെഡ്ത്ത്, അത് രണ്ടും സെയിം തന്നെയാണല്ലോ, ആണ്. അപ്പം ഇവിടെ എന്ത് വരും? ഹാഫ് LB എന്ന് വരും. ഹാഫ് LB എന്ന് വരും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് ഇവിടെ ഈ ഒരു കുത്തിടാൻ പറഞ്ഞാൽ അത് ത്രികോണത്തിനകത്താകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അത് ത്രികോണത്തകത്താനുള്ള അതിനുള്ള സാധ്യത ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല, അതിനുള്ള സാധ്യത മാത്രം എഴുതാം. എങ്ങനെ നമ്മൾ കാണും? ആകെ സാധ്യത നമ്മൾ താഴെ കൊടുക്കും അല്ലേ. ആകെ സാധ്യത എത്രയാണ്? LB ആണ്. ചതുരത്തിനകത്ത് എവിടെയും ആകാം, അതാണ് ആകെ സാധ്യത. ഇനിയോ നമുക്ക് കിട്ടേണ്ടത് ത്രികോണത്തിനകത്താണ്, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധ്യത എത്രയാണ് നമ്മൾ പറഞ്ഞു? അര BH ആണ് അല്ലേ. ഹാഫ് LB. BH നമ്മൾ മാറ്റി ഈ രീതിയിൽ LB എന്ന് പറഞ്ഞു അല്ലേ. ഹാഫ് LB. ഇത് കണ്ട നമ്മുടെ ആൻസർ ആയി. നോക്ക്, ഇവിടെ LB ഉണ്ട്, LB ക്യാൻസലായി. അപ്പോൾ ആകെ എത്ര സാധ്യതയുള്ളത്? ഹാഫ്, അര സാധ്യത. 1/2 സാധ്യത. അപ്പോൾ നോക്ക്, നമ്മളൊരു ചതുരം വരച്ചു, ആ ചതുരത്തിനകത്തൊരു ത്രികോണം വരച്ചു. ആ ത്രികോണത്തിനകത്തൊരു കുത്തിട്ടാൽ ആ കുത്ത് ഈ ചതുരത്തിനകത്ത് എവിടെയെങ്കിലും ഒരു കുത്തിട്ടാൽ ആ കുത്ത് ത്രികോണത്തിനാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 2ൽ 1 ഭാഗമാണ്. 2ൽ 1 ആണ്. 1/2 ഭാഗമാണ്. റെഡിയാണല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സിമിലർ ആയിട്ട് ഇതുപോലെ വരുന്ന ചില ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം ജാമിതീയ രൂപങ്ങൾ, ജോമെട്രിക് ഷേപ്പുകളിൽ നമ്മൾ ഇതിനകത്ത് ഇപ്പം ചതുരത്തിനകത്ത് ഒരു സർക്കിൾ വരുമ്പം, അതല്ലെങ്കിൽ സർക്കിളിനകത്ത് ഒരു ചതുരം വരുമ്പം, അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ ഉണ്ടാകുന്ന സാധ്യത എത്രത്തോളമാണ്, അവിടെ ഒരു പോയിന്റ് ഇടുകയാണെങ്കിൽ ആ പോയിന്റ് അതിനകത്ത് വരാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പാഠഭാഗത്ത് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.